പട്ടാമ്പിക്കാരിയുടെ ഒരു കിടുക്കാച്ചി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. കിടുക്കാച്ചി എന്ന് പറയാൻ പറ്റില്ലെങ്കിലും വലിയ തിരക്കേടില്ലാത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ഒരു പുതിയ അതിഥിയെ സ്വീകരിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾക്കൊക്കെ ഒരു ആഗ്രഹമാണ്, നമ്മൾ സാധാരണ പൊതുവെ വണ്ടിയൊക്കെ ഓടിക്കാൻ ഇഷ്ടമുള്ള ആളുകൾക്ക് ഓടിക്കാൻ ഇഷ്ടമുള്ള ഒരു വണ്ടി ആയിരിക്കും റോയൽ എൻഫീൽഡിൻ്റെ ഏത് വേരിയൻറ്റ്. +2 പഠിക്കുന്ന സമയത്താണ് ഞാൻ വണ്ടി ഓടിക്കാൻ പഠിച്ചത്. അച്ഛൻ്റെ ബൈക്കാണ് ഞാൻ പഠിച്ചത് ആദ്യം. അതിനുശേഷം ലൈസൻസ് എടുത്തതും ഗിയറുള്ള വണ്ടിയിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് ഏറ്റവും ആഗ്രഹമായിട്ട് ഉള്ള ഒരു വണ്ടിയായിരുന്നു എൻഫീൽഡിൻ്റെ വണ്ടി, ഏതെങ്കിലും ഓടിക്കുക അല്ലെങ്കിൽ അത് വാങ്ങിക്കുക എന്നൊക്കെ. അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് കറക്റ്റ് ടൈം വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നൊരു റോയൽ എൻഫീൽഡിൻ്റെ ഒരു വണ്ടി എടുക്കാൻ പോവുകയാണ്. ഒരാളെ, അതായത് പുതിയൊരാളെ വീട്ടിലേക്ക് സ്വീകരിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ നമ്മൾ. അപ്പോൾ നമ്മൾ ഏതാ വണ്ടി എടുത്തിട്ടുള്ളതെന്നൊക്കെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ വീഡിയോ തുടർന്ന് കാണൂ കേട്ടോ. നമ്മളിവിടെ നമ്മുടെ ഫ്ലാറ്റിൻ്റെ അടുത്തുള്ള ഷോറൂമിൽ നിന്നാണ് നമ്മൾ ബൈക്ക് എടുക്കുന്നത്. അപ്പോൾ ബുക്ക് ചെയ്തതിൻ്റെ ഒരാഴ്ച ആയപ്പോൾ തന്നെ അവർ നമുക്ക് ബൈക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അതിൻ്റെ ഇടയിൽ ചിക്കൻ ബോക്സ് ഒക്കെ പിടിച്ച കാരണം നമുക്ക് കുറച്ച് ഡെലിവറി ലേറ്റ് ആയതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളവിടെ ഷോറൂമിലെത്തിയിട്ട് എന്താ പറയുക, നമ്മുടെ കുറച്ച് കലാപരിപാടികളുണ്ടല്ലോ, ഫോട്ടോ എടുപ്പ്. നമ്മളെവിടെ ചെന്നാലും അത് നമ്മൾ മറക്കാൻ പാടില്ല. അവിടെ നിന്ന് 2 ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ റിലാക്സ് ചെയ്യാറുണ്ട്. ഏട്ടൻ പിന്നെ അതിൻ്റെ കുറച്ച് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, പേപ്പർ വർക്കൊക്കെ അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളുടെ വണ്ടി നമ്മൾ റിവീൽ ചെയ്യാൻ പോവാണ്. ആക്ച്വലി നമ്മുടെ വണ്ടി നമുക്ക് റോയൽ എൻഫീൽഡ് എടുക്കുമ്പോൾ എപ്പോഴും നമുക്ക് കുറച്ച് വെയിറ്റിൻ്റെ ഒക്കെ പ്രോബ്ലം, ഓടിച്ചു കഴിഞ്ഞാൽ അത് ഉണ്ടാവില്ല, പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് റോയൽ എൻഫീൽഡിൻ്റെ 100-350 ആണ്. അപ്പോൾ ഇത് പൊതുവേ ഒരു അഭിപ്രായം, നമുക്ക് വലിയ ഹെവി അല്ല, ആർക്കും യൂസ് ചെയ്യാം എന്നുള്ള തരത്തിലാണ്. അപ്പം എനിക്കും ഓടിക്കാൻ ഇഷ്ടമായത് കാരണമാണ് ആക്ച്വലി നമ്മൾ ഈ വണ്ടി എടുത്തിട്ടുള്ളത്. നല്ല കംഫർട്ടബിളായിട്ട് ഓടിക്കാൻ പറ്റുന്ന വണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബൈക്കിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മളവിടുന്ന് പതുക്കെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മളവിടുന്ന് തിരിച്ച് പോരുകയാണ്. മോഹൻ അതിൻ്റെ മുകളിൽ കയറി വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. ചെറിയ ആളേനെയും കയറ്റി വെച്ച് ഇനി അവരങ്ങോട്ട് പോട്ടെ യാത്ര അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് യാത്ര തിരിച്ച് വീട്ടിലെത്താണ്. ദേ നോക്കൂ, ആ വരുന്നത് ആരാണെന്ന്. ബൈക്ക് കൊടന്നിട്ട് ആ ബിൽഡിങ്ങിൻ്റെ ചുറ്റും ഒരു റൗണ്ട് ഞാൻ ഓടിച്ചു. ഇറ്റ്സ് റിയലി എക്സൈറ്റഡ് ആയെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എൻ്റെ മുഖത്ത് കാണുന്നുണ്ടോയെന്നറിയില്ല, ബട്ട് ഐ വാസ് റിയലി എക്സൈറ്റഡ്. അങ്ങനെ വൈകുന്നേരത്ത് നമ്മൾ പൂജ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എപ്പോഴും നമ്മൾ നല്ല കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തിനെ പൂജിച്ചിട്ടൊക്കെ ചെയ്യണം എന്നല്ലേ പറയാം. അപ്പം അന്ന് വൈകുന്നേരത്ത് തന്നെ നമ്മളിവിടെ അടുത്തുള്ള കൃഷ്ണൻ്റെ അമ്പലത്തിൽ വന്നിട്ട് വണ്ടി പൂജിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ വിചാരിച്ച ചില്ലിൽ കൊണ്ടുവന്നാണ്, എന്തോ ദൈവാധീനം. എന്തായാലും അങ്ങനെ നമ്മളെ പൂജയൊക്കെ കഴിഞ്ഞ് നമ്മൾ 100 കുട്ടപ്പനെ ചന്ദനൊക്കെ തൊടിച്ച് നല്ല സുന്ദരക്കുട്ടനായി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടുതൽ വീഡിയോസൊക്കെ നമുക്ക് കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും വണ്ടീനെ കുറിച്ച് അറിയണോ അല്ലെങ്കിൽ വണ്ടിയുടെ വീഡിയോ എടുക്കണമെങ്കിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ.